ഭഗവത്ഗീത സാഖ്യയോഗത്തിലെ 4-ാമത്തെ ശ്ലോകം. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷിഭി പ്രതിയോത്സ്യാമി പൂജാർഹവരിസൂദന. അർജുനൻ ചോദിച്ചു, അല്ലയോ ശത്രുനാശകനായ മധുസൂദന, എൻ്റെ ആദരവ് അർഹിക്കുന്നവരായ ഈ ഭീഷ്മരെയും ദ്രോണരെയും ഈ യുദ്ധത്തിൽ അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ നേരിടുന്നത് എങ്ങനെയാണ്? ഇവിടെ യുദ്ധക്കളത്തിൽ ദുര്യോധനൻ്റെ ഭാഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് അർജുനൻ്റെ പിതാമഹനായ ഭീഷ്മാചാര്യരും അർജുനൻ്റെ ഗുരുവായ ദ്രോണാചാര്യരുമൊക്കെയാണ്. എങ്ങനെയാണ് തന്നെ എടുത്തു വളർത്തിയ പിതാമഹൻ്റെ നെഞ്ചിലേക്ക് അമ്പയക്കുക? എങ്ങനെയാണ് എനിക്ക് വിദ്യ പകർന്നു തന്ന ഗുരുനാഥൻ്റെ നെഞ്ചിലേക്ക് അസ്ത്രമയക്കുക? ഇതാണ് അർജുനൻ ചെന്ന് പെട്ടിരിക്കുന്ന സാഹചര്യം. അർജുനൻ തൻ്റെ ബന്ധുക്കളോടും ഗുരുജനങ്ങളോടും യുദ്ധം ചെയ്യുവാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ബന്ധുക്കളെ കൊന്ന് രാജ്യം നേടിയാൽ അതിൻ്റെ പാപഭാരം തന്നെ അലട്ടില്ലേ എന്നതാണ് അർജുനൻ്റെ പ്രശ്നം. അതുപോലെ ഇത്രയും ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരെ ഏതു മനുഷ്യനാണ് വധിക്കാൻ കഴിയുക? നമ്മൾ നിവൃത്തികേട് കൊണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ എത്ര തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നമ്മുടെ തലയിൽ വന്ന് വീഴും. ഇവിടെ സർവനാശം വരുത്തുന്ന ഈ യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടി അർജുനൻ്റെ ഭാഗത്തു നിന്നും എല്ലാ ശ്രമങ്ങളും ഉണ്ടായതാണ്. രാജ്യാവകാശികളായിരുന്നിട്ട് കൂടി തങ്ങൾക്ക് 5 പേർക്കും പത്നിക്കും താമസിക്കുവാൻ ഒരു വീടെങ്കിലും വിട്ടുതരൂ എന്നാണ് ദുര്യോധനൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. എന്നാൽ അതുപോലും വിട്ടുകൊടുക്കുവാൻ ദുര്യോധനൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഈ യുദ്ധ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. ജീവിക്കാനുള്ള അവകാശം പോലും ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ആരും ഇത്തരം പ്രതിസന്ധികളിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ സംശയിച്ചു പോകും. അതുതന്നെയാണ് അർജുനനെയും ബാധിച്ചിരിക്കുന്നത്. നമ്മൾ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഇത്തരം പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒഴിവായില്ലെന്ന് വരും. ഇതിനെയാണ് നമ്മൾ ചിലപ്പോൾ വിധി എന്നൊക്കെ പറയുന്നത്. എത്ര ചിന്തിച്ചാലും ഇതിന് ഒരു എത്തും പിടിയും കിട്ടില്ല. എന്നും വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നും. എന്നാലും ചിലപ്പോൾ മനസ്സങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കും. ഇത്തരം സാഹചര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ വന്ന് പെടാറുണ്ട്. ഇങ്ങനത്തെ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാം എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഉണ്ടാകാറുമുണ്ട്. ഇത്തരം സാഹചര്യത്തെ ഒഴിവാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാൻ കഴിയാറുമില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം.